Okay, so dear student, today in this video, I'm trying to explain very important topics and beautiful topics in the physics, especially in the classical physics. So, ഈ classical physicsന്റെ failure നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് some particular example will not explain using the classical physics. So ഈ അത്തരം ഒരു എക്സാമ്പിളിൽ ഒരു നല്ലൊരു എക്സാമ്പിളാണ് ബ്ലാക്ക് ബോഡി. So we know some example like specific heat of solid and some example like photoelectric effect. അങ്ങനെ അത്തരം ഫിസിക്സുകൾ നമുക്ക് പലപ്പോഴും ക്ലാസിക്കൽ ഫിസിക്സ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതെ ഫെയിലിയർ ആവുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഫെയിലിയറിൻ്റെ ഒരു എന്താണ് സക്സസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കറക്ഷനാണ് ക്വാണ്ടം ഫിസിക്സിൻ്റെ ഡെവലപ്മെൻറ്റ്, ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഡെവലപ്മെൻറ്റ് വന്നത്. സോ അതുകൊണ്ട് ഈ ഒരു ടോപ്പിക്കിന് ആ തരത്തിലൊരു നല്ലൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താണ് ഏത് രീതിയിലാണ് ബ്ലാക്ക് ബോഡി സ്പെക്ട്രം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാറ്. സോ ഐ എം സ്റ്റാർട്ടിങ് വിത്ത് വാട്ട് is a black body. So any object that is capable of absorbing some radiation incident on it is called black body. നമുക്കറിയാം ഒരു ഒബ്ജക്റ്റിലേക്ക് ഒരു റേഡിയേഷൻ അല്ലെങ്കിൽ ലൈറ്റ് വന്ന് ഫോളോ ചെയ്താൽ ദർ ഇസ് മേ ബി റേഡിയേഷൻ. ആ റേഡിയേഷൻ ഒന്നെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ അബ്സോർബ് ചെയ്യാം. ഇങ്ങനെയുള്ള 3 പ്രോസസ്സുകളാണ് സാധാരണ നടക്കുക. ഇതിൽ ചില ഒബ്ജക്റ്റുകൾ അതിലേക്ക് വരുന്ന റേഡിയേഷൻസിനെ കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ അത്തരം ഒബ്ജക്റ്റിനെയാണ് നമ്മൾ ബ്ലാക്ക് ബോഡി എന്ന് സാധാരണ പറയാം. സോ എനി ഒബ്ജക്റ്റ് ദാറ്റ് ഈസ് കപ്പാബിൾ ഓഫ് അബ്സോർബിങ് ഓൾ റേഡിയേഷൻ ഇൻസിഡൻറ്റ് ഓൺ ഇറ്റ് ഈസ് കോൾഡ് ബ്ലാക്ക് ബോഡി. സോ പ്രാക്ടിക്കലി വി കനോട്ട് ഹാവ് എ പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി. ഒരു 100% ബ്ലാക്ക് ബോഡി എല്ലാ ലൈറ്റിനെയും അബ്സോർബ് ചെയ്യുന്ന ഒരു ലൈറ്റ് ഒരു ഒബ്ജക്റ്റ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് അതിലേക്ക് ക്ലോസ് ചെയ്യുന്ന ബ്ലാക്ക് ബോഡി ആയിട്ട് ലേക്ക് വളരെ അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒബ്ജക്റ്റുകൾ ഒരുപാടുണ്ട്. സോ ഒരു എക്സാമ്പിളായിട്ട് ഞാനൊരു ബോക്സ് എടുത്ത്, ഒരു ഹോളോ ബോക്സ് എടുത്താൽ ആ ബോക്സ് കംപ്ലീറ്റ് ബ്ലാക്കൻ ചെയ്തു, അല്ലെങ്കിൽ അതിനെ കംപ്ലീറ്റ് കവർ ചെയ്തു, എന്നിട്ട് അതിലൊരു ചെറിയ ഹോൾ ഇട്ടു. ഒരു ഹോളിലൂടെ ലൈറ്റ് അതിലേക്ക് ഇൻസിഡൻറ്റ് ചെയ്താൽ അവിടേക്ക് വരുന്ന ഏത് റേഡിയേഷൻ ലൈറ്റിലൂടെ കടന്നു വന്ന് അതിനകത്ത് എത്തിക്കഴിഞ്ഞാൽ അതിന് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ നടന്നു, ഫൈനലി ഇറ്റ്സ് വിൽ അബ്സോർബ്. സോ വി ക്യാൻ അസ്യൂം ഇറ്റ് ആസ് എ ബ്ലാക്ക് ബോഡി. സോ ഒരു ഒബ്ജക്റ്റ് അതിനെ ഒരു പർട്ടിക്കുലർ വേവ് ലെങ്ത്തിനെ നമ്മളിപ്പോൾ എന്താ പറഞ്ഞാൽ എല്ലാ റേഡിയേഷനെയും അത് ഇൻസിഡൻറ്റ് ചെയ്തുന്ന എല്ലാ റേഡിയേഷനെയും അത് അബ്സോർബ് ചെയ്യുന്നതിന് നമുക്ക് ബ്ലാക്ക് ബോഡി എന്ന് പറയാം. പക്ഷേ ഏതൊരു ഒബ്ജക്റ്റ് ആണെങ്കിലും അതിലേക്ക് ഇൻസിഡൻറ്റ് ചെയ്ത് അബ്സോർബ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ വേവ് ലെങ്ത്തിൽ റേഡിയേഷൻ അത് സ്വാഭാവികമായിട്ടും എമിറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും ആ ഒബ്ജക്റ്റിനുണ്ടാവും. സോ എനി ഒബ്ജക്റ്റ് ദാറ്റ് അബ്സോർബ് എ പർട്ടിക്കുലർ വേവ് ലെങ്ത് ഓഫ് റേഡിയേഷൻ ആർ ആൾസോ ഫൗണ്ട് ടു ബി എ ഗുഡ് എമിറ്റർ ഓഫ് റേഡിയേഷൻ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ വേവ് ലെങ്ത്. ഏത് വേവ് ലെങ്ത്തിനാണോ അത് അബ്സോർബ് ചെയ്ത് അതിനെ എമിറ്റ് ചെയ്യിക്കാനുള്ള ഒരു കപ്പാസിബിലിറ്റിയും അതിനുണ്ടാവും. സോ അതുകൊണ്ട് ബ്ലാക്ക് ബോഡി നമുക്കൊരു അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന ഏത് ഇറസ്പെക്റ്റീവ് ഓഫ് ദ വേവ് ലെങ്ത് ഇറ്റ് വിൽ ബി അബ്സോർബ്. So that's why the black body is also a good emitter of radiation. It has absorbed. So that's why we can usually call the black body is a perfect absorber and it is a perfect emitter. ഒരു ഒബ്ജക്റ്റിലേക്ക് എമിഷൻ ഒരു ഒബ്ജക്റ്റിലേക്ക് അബ്സോർബ് ചെയ്ത് മേ ബി ഇറ്റ് ക്യാൻ എമിറ്റ് ദ ലൈറ്റ് ആൾസോ. സോ അങ്ങനെ ഒരു ഒബ്ജക്റ്റ് ലൈറ്റ് റേഡിയേഷൻ്റെ വ്യത്യസ്ത എനർജി എമിറ്റ് ചെയ്യുമ്പോൾ ആ എമിഷൻ ഫ്രം ഒബ്ജക്റ്റ് ഡിപ്പെൻഡ് ഓൺ ദ ടെമ്പറേച്ചർ ഓഫ് ദാറ്റ് ഒബ്ജക്റ്റ്. ഹോട്ടർ ബോഡി ആണെങ്കിൽ ഇറ്റ് ക്യാൻ എമിറ്റ് മോർ എനർജി ആൻഡ് കോൾഡർ ബോഡി ആണെങ്കിൽ എമിഷൻ വളരെ കുറയും. സോ ഒബ്ജക്റ്റിൻ്റെ ടെമ്പറേച്ചർ, സോ നമുക്ക് ഒബ്സർവ് ചെയ്തത് എനർജി എമിറ്റഡ് ഫ്രം എൻ ഒബ്ജക്റ്റ് ഇൻക്രീസ് ആസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് ഇൻക്രീസ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ ആ ഒബ്ജക്റ്റിൻ്റെ ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ അത് എമിറ്റ് ചെയ്യുന്ന എനർജി കൂടുന്നുള്ളതാണ്. നമ്മൾ ഇതനുസരിച്ച് എക്സ്പെരിമെൻ്റൽ ഒബ്സർവേഷൻ ഓഫ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എങ്ങനെയാണ്, ഇതാണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ സ്പെക്ട്രം പറയുന്ന ഒരു ഗ്രാഫ്. ഒരുപാട് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കി നമുക്ക് ഇത്തരം ബ്ലാക്ക് ബോഡിയെ അതിൻ്റെ എനർജി റേഡിയേഷൻ എങ്ങനെയാണ്. അങ്ങനെ ഒരുപാട് എക്സ്പെരിമെൻറ്റിൽ നിന്ന് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജി കർവ് നമ്മൾ വരച്ചു. അതിൻ്റെ വൈ ആക്സിസിൽ എനർജി ഡിസ്ട്രിബ്യൂഷൻ, എനർജി ഡെൻസിറ്റിയാണ്. എനർജി ഡെൻസിറ്റി ഉദ്ദേശിക്കുന്നത് ആ ഒബ്ജക്റ്റിൽ നിന്ന് അതിൻ്റെ യൂണിറ്റ് സർഫസിൽ ഒരു യൂണിറ്റ് ഏരിയ, ആ സർഫസിൽ ഒരു യൂണിറ്റ് ഏരിയയിലൂടെ അത് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ, അതിന് എനർജി ഡെൻസിറ്റി ഉദ്ദേശിക്കും. സോ എനർജി ഡെൻസിറ്റി വൈ ആക്സിസിലും എക്സ് ആക്സിൽ വേവ് ലെങ്ത്തും ഫോർ ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ. അത് ടെമ്പറേച്ചറിൻ്റെയും വേവ് ലെങ്ത്തിൻ്റെയും ഫംഗ്ഷനായിട്ട് എനർജി ഡെൻസിറ്റി എങ്ങനെയെന്ന് കാണിക്കുന്നൊരു എനർജി ഡിസ്ട്രിബ്യൂഷൻ കർവാണ്, ബ്ലാക്ക് ബോഡി എനർജി ഡിസ്ട്രിബ്യൂഷൻ കർവാണ് ഇവിടെ വരച്ചത്. സോ ഈ കർവിൽ ഓക്കെ, സോ T1 ടെമ്പറേച്ചർ, T2 ടെമ്പറേച്ചർ, T3, അതായത് വ്യത്യസ്ത ടെമ്പറേച്ചറിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത്
T3 ടെമ്പറേച്ചർ 3 ടെമ്പറേച്ചറിൽ ഗ്രാഫിന് ഒരു ടെമ്പറേച്ചറിലേ ഉള്ളെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു T1 മാത്രം വരക്കാം, അല്ലെങ്കിൽ 3 ടെമ്പറേച്ചറിൽ ഇത് വേരിയേഷൻ കാണിച്ചു എന്നുള്ളത്. സോ ഏത് ടെമ്പറേച്ചറിലായാലും അതിൻ്റെ റെസ്പോൺസ് സെയിം ആണ്. ഫസ്റ്റ് ലാംഡയുടെ ചെറിയ വാല്യൂക്ക് ഇതിങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നു, ഇറ്റ് ഹാവിങ് സം പീക്ക് വാല്യൂ, ദെൻ ഇറ്റ് സ്റ്റാർട്ട് ഡിഗ്രീസ്. പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് കൺക്ലൂഷൻ ഉണ്ട്. ഇവിടുത്തെ പ്രത്യേകത മനസ്സിലാക്കേണ്ടത് T1 ടെമ്പറേച്ചറാണ് മാക്സിമം, T2 ടെമ്പറേച്ചർ T3. സോ ഇതിൽ നിന്ന് എനിക്കുണ്ടാകുന്ന കൺക്ലൂഷൻസ് ആണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. സോ ഫസ്റ്റ് കൺക്ലൂഷൻ ഞാൻ പറയാൻ പോകുന്നു, എനർജി wavelength curve at a given temperature show that peak indicate that emitted intensity is maximum at a particular wavelength emit ചെയ്യുന്ന എനർജി ഡെൻസിറ്റി മാക്സിമം ആണ്. ദെൻ as decreases as we move away from this പീക്ക് നിന്ന് പോകുന്ന ദൂരം വലത്തോട്ടും ഇടത്തോട്ടും പോകുന്നത് ഇത് ഡിഗ്രീസ് ചെയ്യുക ചെയ്യുന്നത്. സോ ഒരു പർട്ടിക്കുലർ വേവ് ലെങ്ത്തിന് എല്ലായ്പ്പോഴും ഏതൊരു ഒബ്ജക്റ്റും മാക്സിമം ഇൻറ്റൻസിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, എമിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഫസ്റ്റ് കൺക്ലൂഷൻ. നമുക്കിതിന് മനസ്സിലായി. രണ്ടാമത്തത്, ഇൻക്രീസിങ് ദ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഇറ്റ് ഈസ് ഇൻക്രീസിങ് ദ ടോട്ടൽ എനർജി എമിറ്റ് ചെയ്യുന്ന എനർജി ഡെൻസിറ്റി. അതായത് പീക്ക് കർവ് T1 എന്ന് പറഞ്ഞാൽ ഹയർ വാല്യൂ ആണ്, T2 പറഞ്ഞാൽ കുറച്ചും കൂടെ ലോവറാണ്, T3. അപ്പോൾ അതിന് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ചിട്ട് എമിറ്റ് ചെയ്യുന്ന ടോട്ടൽ എനർജി ഡെൻസിറ്റിയുടെ എമൗണ്ടും മാറുന്നുണ്ടെന്നാണ്. മൂന്നാമത്തെ കൺക്ലൂഷൻ, ആസ് ടെമ്പറേച്ചർ ഇസ് ഇൻക്രീസസ് ദ പീക്ക് ഷിഫ്റ്റ് ടു ലോവർ വേവ് ലെങ്ത്. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ T3യുടെ കേസിൽ അതിൻ്റെ ആ പീക്ക് നടക്കുന്ന വേവ് ലെങ്ത് നമ്മൾ λm മാക്സിമം വേവ് ലെങ്ത് T3 ആണ്. പക്ഷേ T2ൻ്റെ ടെമ്പറേച്ചർ കുറച്ചും കൂടി കൂടിക്കഴിഞ്ഞാൽ ആ വേവ് ലെങ്ത് എവിടെയായി, ഇവിടെ എത്തി. T1 ആയാലോ മാക്സിമം എടുക്കുന്നത്, അതായത് ഈ മാക്സിമം പീക്ക് ഇങ്ങനെ ലാംഡയുടെ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ലാംഡ കുറഞ്ഞ് as increase in temperature as the temperature increases the peak shifted to lower wavelength. അതാണ് തേർഡ് കൺക്ലൂഷൻ. സോ ഇതാണ് നമുക്കൊരു ബ്ലാക്ക് ബോഡി റേഡിയേഷൻ്റെ എനർജി ഡിസ്ട്രിബ്യൂഷൻ കർവ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് പറയേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളാണ്, കുറച്ച് ലോസാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. സോ ഹിയർ ടോട്ടൽ എനർജി ഡെൻസിറ്റി E0 എന്ന് കാണിച്ചു ഓഫ് എ റേഡിയേഷൻ എമിറ്റഡ് ഫ്രം എ ബ്ലാക്ക് ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ 4th പവർ ഓഫ് ഇറ്റ്സ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഒരു ബ്ലാക്ക് ബോഡിക്ക് ഒരു ടെമ്പറേച്ചർ ഉണ്ടാവും, ആ ടെമ്പറേച്ചറിൻ്റെ 4th പവറിന് പ്രൊപ്പോർഷണലാണ് ആയിരിക്കും അതിൽ ടോട്ടൽ ചെയ്യുന്ന ടോട്ടൽ എനർജി ഡെൻസിറ്റി. സോ E0 ഈസ് പ്രൊപ്പോർഷണൽ ടു T⁴ ആൻഡ് ഇറ്റ്സ് പ്രൊപ്പോർഷണലിറ്റി കോൺസ്റ്റൻറ്റിനെ സിഗ്മ എന്ന് വിളിച്ചു. സിഗ്മ സ്റ്റീഫാൻസ് കോൺസ്റ്റൻറ്റ് ഇസ് കോൾഡ് 5.6 × 10⁻⁸ watt per meter square per K⁻⁴. സോ ഈ ഒരു ലോനാണ് സ്റ്റീഫൻ ബോൾട്സ്മാൻ ലോ എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് കരുതുന്നു. ആൻഡ് അനദർ ലോ അസോസിയേറ്റ് വിത്ത് ദിസ് വി കോൾ വെയിൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ. വെയിൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ വേവ് ലെങ്ത് λm, അത് ഏത് വേവ് ലെങ്ത് കറസ്പോണ്ടിങ് ടു മാക്സിമം എമിസീവ് എനർജി, അതായത് മാക്സിമം എമിസീവ് നടക്കുന്ന ഈ വേവ് ലെങ്ത്. ഇപ്പോൾ ഈ T3ക്കാണെങ്കിൽ ഇത്, T2നാണെങ്കിൽ ഇത്, T1നാണെങ്കിൽ ഇതിനാണ് λm എന്ന് വിളിച്ചത്. ആ λm ഡിഗ്രീസ് ചെയ്യുന്നു ആസ് λm is decreases with the increasing temperature. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് അത് λmൻ്റെ വാല്യൂ, അത് നമ്മൾ നേരത്തെ പറഞ്ഞ തേർഡ് കൺക്ലൂഷൻ, അതാണ് λm is proportional to 1/t, is inversely proportional to t. So from this λm into t is equal to b, a constant is called Wien's constant, 2.9 × 10⁻³ meter Kelvin. So ഈ ഒരു ലോക്കാണ് വെയിൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ എന്ന് പറയുന്നത്. ദർ ഇസ് വൺ ലോ അസോസിയേറ്റ് വിത്ത് വെയിൻ, ദർ ഇസ് എ വെയിൻ ഡിസ്ട്രിബ്യൂഷൻ ലോ. നമ്മൾ സിലബസിൽ അത് പ്രത്യേകിച്ച് പറയുന്നില്ല, പക്ഷെ ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. സോ ദി എനർജി എമിറ്റഡ് ബൈ എ ബ്ലാക്ക് ബോഡി, എനർജി എമിറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ഇക്വേഷൻ തന്നതാണ് വെയിൻസ് ഡിസ്ട്രിബ്യൂഷൻ ലോ. അത് പറയുന്നത് ഒരു ലാംഡ പ്ലസ് ഡി ലാംഡ എന്നൊരു വേവ് ലെങ്ത്തിൻ്റെ റേഞ്ചിൽ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷനിൽ നമുക്ക് തരാവുന്ന ഒരു ഇക്വേഷനാണ് ഈ ഡി ലാംഡ ഇസ് ഈക്വൽ ടു C1 λ⁻⁵ എക്സ്പോണൻഷ്യൽ -C2 ബൈ ലാംഡ ഇൻറ്റു ടി ഇൻറ്റു ഡി ലാംഡ, വേർ C1 ആൻഡ് C2 ആർ കോൺസ്റ്റൻറ്റ്. ഇങ്ങനൊരു അതായത് ലാംഡൻ്റെ -5 പവറിന് പ്രൊപ്പോർഷനിലാണ് എനർജി ഡെൻസിറ്റിയും ലാംഡയും തമ്മിലുള്ള കണക്ഷൻ എന്നൊക്കെയാണ് പറയുന്നത്. ഈ ലോക്കാണ് വെയിൻസ് ഡിസ്ട്രിബ്യൂഷൻ ലോ എന്ന് പറയുന്നത്. ഈ വെയിൻസ് ഡിസ്ട്രിബ്യൂഷൻ ലോ വെച്ചിട്ട് നമ്മൾ ബ്ലാക്ക് ബോഡിയെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചാൽ ഈ ലോ നമുക്ക് മനസ്സിലാവുന്നത് ദിസ് ലോ ഹോൾഡ് ഗുഡ് ഫോർ എ സ്മോളർ വാല്യൂ ഓഫ് ലാംഡയുടെ സ്മോളർ വാല്യൂവിന് ഇത് നമുക്ക് കിട്ടിയ എക്സ്പെരിമെൻറ്റ് കർവുമായിട്ട് മാച്ച് ആവുന്നുണ്ട്. പക്ഷേ ഹയർ ലാംഡ എത്തുമ്പോൾ ഇത് മിസ്മാച്ചാണ് വരുന്നത്. ഞാൻ ഈ ഗ്രാഫിൽ കാണിച്ചിട്ടുണ്ട്. ഇതിൽ ബ്ലാക്കിൽ കാണിച്ചതാണ്
നമ്മളെ എക്സ്പെരിമെൻ്റലായിട്ട് നമുക്ക് കിട്ടിയ കർവ്. പക്ഷേ ഈ റെഡിൽ കാണിച്ചതാണ് ഈ ഇക്വേഷൻ അനുസരിച്ചിട്ടുള്ള കർവ് കിട്ടേണ്ടിയിരുന്നത്. പക്ഷേ അപ്പോൾ അവിടെ മനസ്സിലാവും ലോവർ വേവ് ലെങ്ത്തിൽ അത് മാച്ച് ആവുന്നുണ്ട്. പക്ഷേ ഹയർ എത്തുമ്പോൾ അത് മറ്റൊരു കർവായിട്ടാണ് പോകുന്നത്. സോ വെയിൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ ഈസ് വെയിൻസ് ഡിസ്ട്രിബ്യൂഷൻ ലോ ഈസ് എ നോട്ട് ഗുഡ് ലോ ഫോർ എ ബ്ലാക്ക് ബോഡി സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലോ അല്ല. അതുകൊണ്ട് ക്ലാസിക്കൽ ഫിസിക്സിൽ തന്നെ നമുക്കറിയുന്ന അന്നത്തെ മറ്റൊരു ലോ വേറെ റൈലെ ജീൻസ് ലോ. According to this law, the energy density emitted by a black body in a wavelength range lambda and lambda plus ഒരു റേഞ്ച് എടുക്കുന്നു മാത്രം. ആ റേഞ്ചിൽ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷനെ നമുക്കൊരു ഇക്വേഷൻ ആയിട്ട് എഴുതുകയാണെങ്കിൽ ഇ ലാംഡ ഡി ലാംഡ ഇസ് ഈക്വൽ ടു 8π/kT റേസ് ടു ലാംഡ റേസ് ടു 4 ഇൻറ്റു ഡി ലാംഡ. സോ ദിസ് ഈസ് റൈലെ ജീൻസ് ലോ ആണ് ഈ പറഞ്ഞത്. ഇതനുസരിച്ച് ലാംഡ റേസ് ടു 4 ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ് എന്നുള്ളതൊക്കെയാണ്. പക്ഷേ ഇതും നമ്മുടെ ഗ്രാഫുമായിട്ട് വരച്ച് നോക്കുമ്പോൾ ദിസ് ഈസ് നോട്ട് അറ്റ് ഓൾ അഗ്രിമെൻറ്റ് വിത്ത് ദ എക്സ്പെരിമെൻ്റ് ഒബ്സർവേഷൻ. അതും എക്സ്പെരിമെൻ്റ് ഒബ്സർവേഷനായിട്ട് മാച്ച് ആവുന്നില്ല. കാരണം ദിസ് ലോ ഹോൾഡ് ഗുഡ് ഓൺലി ഫോർ എ ലാർജർ വാല്യൂ. ഇത് ഞാൻ ഈ ഗ്രാഫിൽ കാണിച്ചിട്ടുണ്ട്. ഇത് വരച്ച് നോക്കിയപ്പോൾ ഇവിടെയും ബ്ലാക്ക് ഞാൻ കാണിക്കുന്നത് നമ്മുടെ എക്സ്പെരിമെൻ്റൽ നമുക്ക് കിട്ടിയതാണ്. പക്ഷേ റെഡിൽ കാണിച്ചത് നമ്മൾ ഈ ഇപ്പോൾ റൈലെ ജീൻസ് ലോ വരച്ചാൽ എങ്ങനെയാണ് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായി ലാംഡയുടെ ഹയർ വാല്യൂവിന് ഇത് നമ്മുടെ എക്സ്പെരിമെൻ്റൽ കിട്ടിയ ഡാറ്റ ആയിട്ട് മാച്ച് ആവുന്നുണ്ട്. പക്ഷേ ലോവർ വാല്യൂവിന് ഇതെന്ത് ചെയ്യുന്നുണ്ട് മിസ്മാച്ച് തന്നെയാണ് ഇവിടെയും വരുന്നത്. സോ ഇതിന് കുറച്ച് ഡ്രോബാക്ക് ഉണ്ട്. റൈലെ ജീൻസ് ലോ സിലബസിൽ പ്രത്യേകിച്ച് പറയുന്നതാണ്. സോ യു ഹാവ് ടു കെയർ. സോ അതിൻ്റെ ഡ്രോബാക്ക് എന്താണെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ആ ലോവർ വേവ് ലെങ്ത്തിൽ എനർജി ഡെൻസിറ്റി എന്താ ചെയ്യുന്നത് ഇൻക്രീസ് ചെയ്യുന്നത് അക്കോർഡിംഗ് ടു റൈലെ ജീൻസ് ലോ. നമുക്ക് ഈ ഗ്രാഫിൽ കാണാം വളരെ കൂടുക ചെയ്യുന്നത്. as the energy density increases and become very large for wavelength in the ultraviolet region wavelength in the region എത്തുമ്പോൾ തന്നെ ഇത് വളരെ വലിയ വാല്യൂവിലേക്ക് പോവുക ചെയ്യുന്നത്. സോ അത്തരം ഒരു ലാർജർ ഇൻക്രീസ് ആണ് എന്തിൽ നടക്കുന്നത് അക്കോർഡിംഗ് ടു റൈലെ ജീൻസ് ലോ നടക്കുന്നത്. പക്ഷേ നമ്മളെ എക്സ്പെരിമെൻ്റൽ കർവ് ഇൻ ദ എനർജി എമിറ്റഡ് ലോ വേവ് ലെങ്ത് ഡസ് നോട്ട് ഒക്കർ എക്സ്പെരിമെൻ്റലി. അങ്ങനെ എക്സ്പെരിമെൻ്റലി നമുക്ക് ആ രീതിയിലല്ല നടക്കുന്നത്. അവിടെ കുറയാണ് വേണ്ടത്. അപ്പോൾ ഈ റൈലെ ജീൻസ് ലോയും ഇത് എന്ത് ചെയ്യുന്നുണ്ട് ഇതിന് ഇത്രയും ഡ്രോബാക്കുകളുണ്ട്. ഇവിടെ നമ്മളെ എക്സ്പെരിമെൻ്റൽ വാല്യൂം ഈ ഇക്വേഷനും മാച്ച് ആവുന്നില്ല. ഒരു ഡിസ്ക്രിപ്പൻസി ഉണ്ട്, ഒരു മിസ്മാച്ച് ഉണ്ട്. അതാണ് സാധാരണ അൾട്രാവയലറ്റ് കാറ്റാസ്ട്രോഫി ഓഫ് ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് പറയുന്നത്. ഇതിന് ക്ലാസിക്കൽ ഫിസിക്സിന് അൾട്രാവയലറ്റ് കാറ്റാസ്ട്രോഫി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതറിയുന്ന റൈലെ ജീൻസ് ലോ പറഞ്ഞു, ഇതെന്ത് ചെയ്തു നമ്മുടെ വെയിൻസ് ഡിസ്ട്രിബ്യൂഷൻ ലോ പറഞ്ഞു. പക്ഷേ ഈ രണ്ട് ലോ ഉണ്ടായിട്ട് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല ഈ ബ്ലാക്ക് ബോഡിയുടെ എനർജി ഡിസ്ട്രിബ്യൂഷൻ കർവിനെ നമുക്ക് ഇപ്പോഴും പെർഫെക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴാണ് ആ കാലത്ത് നമുക്ക് അറിയുന്ന ഫിസിക്സ് വെച്ചിട്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ക്ലാസിക്കൽ മെക്കാനിക്സ് ഇവിടെ ഫെയിലിയർ ആണ് എന്ന് പറയുന്ന ഒരു പോയിന്റ് നിങ്ങൾക്ക് ക്ലിയർ ആവുമെന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ ഇതുവരെ നമുക്ക് ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ നോളജ് അറിയുന്ന ഇത് വെച്ചിട്ട് ഈ ഒരു ഗ്രാഫ് നമുക്ക് എക്സ്പ്ലെയിൻ. അപ്പോൾ അവിടെ നമുക്ക് പുതിയ ഫിസിക്സിൻ്റെ ആവശ്യം വന്നു. അവിടെയാണ് പ്ലാങ്കിൻ്റെ ഹൈപ്പോത്തിസിസ് വരുന്നത്. പ്ലാങ്കിൻ്റെ ഹൈപ്പോത്തിസിസ് വിത്ത് ഹെൽപ്പ് ഓഫ് ആ ഒരു പ്ലാങ്കിൻ്റെ ഹൈപ്പോത്തിസിസിൻ്റെ ബലം പിടിച്ചിട്ടാണ് ക്വാണ്ടം ഫിസിക്സും ക്വാണ്ടം മെക്കാനിക്സും ഡെവലപ്പ് ചെയ്യുന്നത്. സോ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഒരു ഇൻകോപ്പറേഷൻ ഇല്ലാതെ നമുക്ക് ബ്ലാക്ക് ബോഡി സ്പെക്ട്രം കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഐ വിൽ ഡിസ്കസ് ഇൻ ദ ഡീറ്റെയിൽ ഹൗ ദീസ് പ്രോബ്ലംസ് ആർ discrepancy are solved using the Planck hypothesis, and we'll discuss in the next video or next session. So I hope you understand what is meant by black body and how the black body spectrum can explain, and what is the energy distribution curve of a black body, and what are the important features. Then some laws like Stephen Boltzmann law, Wien's displacement law, Wien's distribution law, and Rayleigh Jeans law, and finally we have ultraviolet catastrophe. How we can solve this ultraviolet catastrophe we'll discuss in the next session using the Planck hypothesis and Planck's radiation law. Okay, thank you. I hope you enjoyed this session. We'll discuss in detail next live session. Thank you all.